ഇന്നത്തെ ഒരു MPC യോഗത്തിന് ശേഷം നിഫ്റ്റി അതിന്റെ ഒരു ഇടിവ് തുടരുന്ന സമയത്ത് 200 പോയിന്റോളം ഒരു ഇടിവിൽ തന്നെയാണ് ഇപ്പോഴും നിഫ്റ്റി മുന്നോട്ട് പോകുന്നത്. ഈ MPCയുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എന്തൊക്കെയായിരുന്നു, അതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ തന്നെ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നതിനായിട്ട് റിസർച്ച് ഡെസ്കിൽ നിന്നും അനിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ അനില. ഇന്നത്തെ ഒരു RBI MPC യോഗത്തിൽ പണപ്പെരുപ്പവുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാന കമന്റ്സുകൾ എന്തൊക്കെയായിരുന്നു ശക്തികാന്ത ദാസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്? ഹരിപ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സാമ്പത്തിക വർഷത്തിലെ അവസാനത്തെ മോണിറ്ററി പോളിസി യോഗത്തിനായിരുന്നു നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്. പണപ്പെരുപ്പ കണക്കുകളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടൊരു നോട്ട് തന്നെയാണ് ഇപ്പോൾ RBI ഗവർണർ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. കണക്കുകൾ പരിശോധിക്കുകയാണ്. കഴിഞ്ഞ ഈ ഒരു സാമ്പത്തിക വർഷത്തിലെ കഴിഞ്ഞ 9 മാസങ്ങൾക്കിടയിൽ പണപ്പെരുപ്പ്, അതായത് CPI 5.5% കുറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം സമാന ഒരു കാലയളവിൽ നോക്കിയാൽ 6.7% നിന്നാണ് ഇത്തരത്തിൽ വലിയൊരു കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം എന്ന് പറയുന്നത് കോർ ഇൻഫ്ലേഷൻ ആണ്. അതായത് വൊളറ്റൈൽ ആയിട്ടുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വില കഴിഞ്ഞും അതുപോലെ ക്രൂഡിന്റെ വിലയും കഴിഞ്ഞിട്ടുള്ള കോർ ഇൻഫ്ലേഷൻ പരിശോധിക്കുകയാണെങ്കിൽ 4 വർഷത്തെ ഏറ്റവും കുറവായിട്ടാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3.8% ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന കോർ ഇൻഫ്ലേഷന്റെ നിരക്ക് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രധാന കൺസേൺ പറയുന്നത് ഈ ഒരു മേഖലയിൽ, അതായത് പ്രത്യേകിച്ചും ഇന്ത്യൻ കാർഷിക മേഖലയിൽ അഡ്വേഴ്സ് ആയിട്ടുള്ള വെതർ കണ്ടീഷൻ, അതായത് കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം മൂലം വലിയ തോതിലുള്ള ഒരു മാറ്റം, അതായത് പ്രൊഡക്ഷനിൽ വലിയ തോതിലൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പണപ്പെരുപ്പം അവരുടെ ഒരു പരിധിക്ക് മേലെയും സഹനപരിധിക്ക് മുകളിലും നിലനിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും അതിനുശേഷം, അതായത് പ്രത്യേകിച്ചും റാബി സീസണിലേക്ക് എത്തിയപ്പോൾ റാബി ഉൽപ്പന്നങ്ങളുടെ പ്രൊഡക്ഷൻ വലിയ തോതിൽ മെച്ചപ്പെടുന്നുണ്ടെന്നും ഇൻലൈൻ ആയിട്ട് തന്നെയാണ് റാബി പ്രൊഡക്ഷൻ എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ 2025 സാമ്പത്തിക വർഷത്തിൽ ഈ ഒരു മൺസൂൺ ശരിയായ ദിശയിലായിരിക്കുമെങ്കിൽ ശരിയായ അളവിൽ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയിൽ ഇപ്പോൾ പണപ്പെരുപ്പ കണക്കുകൾ നേരിയൊരു കുറവ് അദ്ദേഹം വരുത്താൻ തയ്യാറായിട്ടുണ്ട്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് 2024 സാമ്പത്തിക വർഷത്തിൽ 5.4% തന്നെ പണപ്പെരുപ്പം നിലനിർത്തിയിട്ടുണ്ട്. പണപ്പെരുപ്പത്തിന്റെ അനുമാനം നിലനിർത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഒരു 4ാം പാദത്തിൽ, അതായത് മാർച്ച് പാദത്തിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പണപ്പെരുപ്പം എന്ന് പറയുന്നത് 5%. കഴിഞ്ഞ ഒരു MPC മീറ്റിംഗിൽ ഇത് 5.2% എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി 2025 സാമ്പത്തിക വർഷത്തിലേക്ക് എത്തുമ്പോൾ 4.5% തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. അതിൽ തന്നെ പാദാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ 3ാം പാദത്തിലൊഴികെ മറ്റു പാദങ്ങളെല്ലാം സ്റ്റാറ്റസ് കോ നിലനിർത്തുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യ പാദത്തിൽ 5%, 2ാം പാദത്തിൽ 4%, 3ാം പാദത്തിൽ 4.7%-ൽ 4.6% കുറഞ്ഞിട്ടുണ്ട്. 4ാം പാദത്തിൽ 4.7% കുറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അടക്കം നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് RBIയുടെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഹരിപ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഇപ്പോൾ RBI ഉൾപ്പെടെയുള്ള അംഗങ്ങൾ നോക്കിക്കാണുന്നത്, RBI ഗവർണർ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ നോക്കിക്കാണുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഡിമാൻഡ് സൈഡിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഗാർഹിക ഉപഭോഗം മികച്ച രീതിയിൽ വർദ്ധിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ സ്വകാര്യ ക്യാപെക്സിൽ, അതായത് പ്രൈവറ്റ് ക്യാപെക്സിൽ വളർച്ച ഉണ്ടാകും എന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതിന്റെ കാരണങ്ങളായിട്ട് പറയുന്നത് മെച്ചപ്പെട്ട ബിസിനസ് സെന്റിമെന്റ്സ്, അതിന് ബാങ്കുകളുടെ ആരോഗ്യകരമായിട്ടുള്ള ബാലൻസ് ഷീറ്റ്, ഇവയെല്ലാം തന്നെ ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റിലും വലിയ തോതിലൊരു മുന്നേറ്റം ഈ 2025 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ ഇക്കോണമിക്ക് സപ്പോർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പറയുകയാണെങ്കിൽ അനുകൂലമായിട്ടുള്ള ആഗോള സാഹചര്യങ്ങൾ, പ്രത്യേകിച്ചും ട്രേഡിലെ വ്യാപാര ഘടനയിലൊക്കെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം പുരോഗതി കൈവരിക്കുന്നതും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാകും. അതിനോടൊപ്പം തന്നെ എക്സ്റ്റേണൽ ഡിമാൻഡ്, ഇന്ത്യയുടെ എക്സ്റ്റേണൽ ഡിമാൻഡിന് വളരെ പോസിറ്റീവായി ഭവിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന്റെ ഒരു കൺസേൺ പറയുകയാണ് എങ്കിൽ നിലവിലെ ഭൗമ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഒരു പക്ഷേ എക്സ്റ്റേണൽ ഡിമാൻഡിൽ ഒരു കുറവ് വരുത്തുന്നതിലേക്ക് നയിക്കാൻ ഒരു റിസ്ക് ഉയർത്തുമെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ GDP അനുമാനങ്ങളിൽ കാര്യമായിട്ടൊരു വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. GDP അനുമാനങ്ങൾ നോക്കുകയാണെങ്കിൽ 2025 സാമ്പത്തിക വർഷത്തിലും 7% എന്ന ഒരു നിരക്ക്, 7% വളർച്ചാ നിരക്ക് കൈവരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള 3 വർഷങ്ങളിൽ 7% മുകളിൽ നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടൊരു എക്കോണമിയാണ് ഇന്ത്യയുടേത് എന്നതാണ് സൂചിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹം
പറഞ്ഞിരിക്കുന്നത്. പാദാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു RBIയുടെ മീറ്റിംഗിൽ 6.7% ആദ്യ പാദത്തിലെ GDP വളർച്ച അനുമാനം അല്ലെങ്കിൽ വളർച്ച എക്സ്പെക്ട് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 7.2% ഉയർത്തിയിട്ടുണ്ട്. രണ്ടാം പാദത്തിലേക്ക് എത്തുമ്പോൾ 6.5% നിന്നും 6.8% ഉയർത്തിയിട്ടുണ്ട്. മൂന്നാം പാദത്തിലേക്ക് എത്തുമ്പോൾ 6.4% നിന്നും 7% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നാലാം പാദത്തിൽ അതായത് അടുത്ത 2025 മാർച്ച് പാദത്തിലേക്ക് എത്തുമ്പോൾ 6.9% തന്നെ നിലനിർത്തിയിട്ടുമുണ്ട്. ഏതായാലും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ശരിയായ ദിശയിലാണ് എന്നൊരു സൂചന തന്നെയാണ് ഇന്നത്തെ ഒരു മീറ്റിംഗിൽ RBI ഗവർണർ പങ്കുവച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നത്തെ ഒരു MPC യോഗം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ബാങ്കിങ് സെക്ടറിലേക്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ ഒരു പ്രകടനം വിലയിരുത്തുകയാണെങ്കിൽ കനത്ത ഒരു ഇടിവിലേക്ക് നമ്മളെ ബാങ്കിങ് സെക്ടർ വീഴുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രൈവറ്റ് ബാങ്കിങ് ഓഹരികളൊക്കെ തന്നെ ഒരു കനത്ത ഇടിവാണ് പ്രകടമാക്കുന്നത്. പ്രധാനമായിട്ടും ലിക്വിഡിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൺസേൺ അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻസ് തന്നെയായിരുന്നു RBI ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരിക്കുന്നത് കീ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി കുറച്ചും കൂടി ട്രാൻസ്പെറൻസി നൽകുന്നതിന് വേണ്ടിയിട്ട് കീ ഫാക്ട് സ്റ്റേറ്റ്മെന്റ് കൂടി നൽകണം. ബാങ്കുകൾ ഇനി വായ്പ നൽകുന്ന റീറ്റെയിൽ അല്ലെങ്കിൽ MSME പോലുള്ള എന്റർപ്രൈസുകൾക്കൊക്കെ തന്നെ വായ്പകൾ നൽകുന്ന സമയത്ത് കീ ഫാക്ട് സ്റ്റേറ്റ്മെന്റ് കൂടി നൽകണം എന്നുള്ള തരത്തിലുള്ള ഒരു തീരുമാനം കൂടി ഇന്നിപ്പോൾ ശക്തികാന്ത ദാസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ബാങ്കിങ് മേഖല ഇത്തരമൊരു തീരുമാനങ്ങൾ ബാങ്കിങ് മേഖലയെ എങ്ങനെയാണ് അഫക്ട് ചെയ്യുക? മറ്റു പ്രധാന തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? ബാങ്കിങ് മേഖലയിൽ ഒരുപക്ഷെ കൂടുതൽ സുതാര്യത വരുത്തുന്നതിന്റെ ഭാഗമായിട്ട് ധാരാളം നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ധാരാളം തീരുമാനങ്ങൾ ഇത്തവണത്തെ RBI മീറ്റിംഗിൽ അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് വിഡ്രോവൽ ഓഫ് അക്കോമഡേഷൻ എന്ന സ്റ്റാൻസ് തുടരുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. എടുത്തു പറയുമെങ്കിൽ അതായത് നേരത്തെയുള്ള ഒരു നിലവിലെ ഒരു ഇൻഫ്ലേഷൻ കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ നേരിയ തോതിൽ ഡോവിഷ് സ്റ്റാൻസിലേക്ക് RBI ഒരു സൂചന ഡോവിഷ് സ്റ്റാൻസിലേക്ക് പോകുന്നു എന്നൊരു സൂചനയെങ്കിലും നൽകുമെന്നായിരുന്നു നിക്ഷേപകരും അനലിസ്റ്റുമാരും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് കൃത്യമായിട്ടൊരു ഹോക്കി സ്റ്റാൻസ് തുടരുന്നു, അതായത് വിഡ്രോവൽ ഓഫ് അക്കോമഡേഷൻ എന്നൊരു സ്റ്റാൻസ് തുടരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്റ്റാൻസ് സ്വീകരിച്ചതിനെ തുടർന്ന് ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന നിക്ഷേപകരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുകയാണ് ചെയ്തത്. അതിനോടൊപ്പം തന്നെ നേരത്തെ ഹരിപ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ കീ ഫാക്ട് സ്റ്റേറ്റ്മെന്റ്, അതായത് ഒരു വായ്പ എടുക്കുന്ന ഒരു വ്യക്തിക്ക് അവരെടുക്കുന്ന വായ്പയുമായി ബന്ധപ്പെട്ട പലിശ, അതിനോടൊപ്പം തന്നെ ചാർജ് ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള ഫീകൾ ഉൾപ്പെടെയുള്ള കൃത്യമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് നൽകണമെന്ന് RBI മുമ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പ്രധാനമായിട്ടും ഷെഡ്യൂൾഡ് ബാങ്കുകൾക്കായിരുന്നു മാൻഡേറ്ററി നിർബന്ധമാക്കിയിരുന്നത്. മറ്റുള്ള റെഗുലേറ്ററി എന്റിറ്റീസിന് ഇത് മാൻഡേറ്ററി അല്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ ഒരു തീരുമാനത്തിൽ കൃത്യമായിട്ട് തന്നെ RBI പറയുന്നുണ്ട് MSME റീറ്റെയിൽ അടക്കമുള്ള എല്ലാ ലോണുകൾക്കും RBIയുടെ കീഴിൽ വരുന്ന എല്ലാ റെഗുലേറ്റഡ് എന്റിറ്റീസിനും നിർബന്ധമായിട്ടും വായ്പ എടുക്കുന്നവർക്ക് അവരുടെ വായ്പ സംബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ അടങ്ങുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിർബന്ധമായിട്ടും നൽകണം എന്ന് തന്നെയാണ് ഇപ്പോൾ RBI പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു മേഖലയിൽ കൂടുതലായിട്ട് സുതാര്യത വരുത്തുവാനും വായ്പ എടുക്കുന്നവർക്ക് കൂടുതൽ അവർക്ക് വായ്പയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ ഇല്ലാതിരിക്കാനും കൂടിയാണ് ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനൊരു പ്രധാന ഒരു ബാങ്കുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു നടപടിയെ തുടർന്ന് നേരത്തെ എന്ന് വെച്ചാൽ ഇപ്പോൾ Q3 റിസൾട്ടുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ബാങ്കുകളുടെയും അതുപോലെ ഫൈനാൻഷ്യൽ NBFCകളുടെ ഒക്കെ Q3 റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ അതർ ഇൻകത്തിൽ വലിയ തോതിൽ ഒരു വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലിശ ഇനത്തിൽ വലിയ മെച്ചപ്പെടൽ രേഖപ്പെടുത്താതെ ഹിഡൻ ആയിട്ടുള്ള ചാർജുകൾ ഏർപ്പെടുത്തി, അതായത് വായ്പ എടുക്കുന്നവർക്ക് മേൽ ഏർപ്പെടുത്തി ധാരാളം വരുമാനം സൃഷ്ടിക്കുന്നു എന്നൊരു പ്രവണത NBFCക്കിടയിലും അതുപോലെ പ്രൈവറ്റ് ബാങ്കുകൾക്കിടയിലും വരുന്നു എന്നത് കണ്ടുകൊണ്ട് തന്നെയാണ് RBI ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത്. ഇത് സ്വാഭാവികമായിട്ടും വരുന്ന പാദങ്ങളിൽ ഇത്തരത്തിലുള്ള ബാങ്കുകളുടെ അതർ ഇൻകത്തിൽ ഒരു കുറവ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ മാർജിന് ഒരു കുറവ് വരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ബാങ്കിങ് ഉൾപ്പെടെയുള്ള മറ്റുള്ള ഓഹരികളിലെല്ലാം ബാങ്കിങ് ഉൾപ്പെടെയുള്ള ഫൈനാൻഷ്യൽ മേഖലയിലെ ഓഹരികൾ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള നടപടി വായ്പ എടുക്കുന്നവർക്ക് വലിയ തോതിൽ പോസിറ്റീവായിട്ടാണ് ഭവിക്കുന്നതെങ്കിൽ പോലും ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം മാർജിൻ ഇടിയുന്നതിലേക്കാണ് നയിക്കുന്നത്.
യെസ്, താങ്ക് യു സോ മച്ച് അനില. അനിലയാണ് നമുക്കിപ്പോൾ വിവരങ്ങൾ നൽകിയത്. ഏതായാലും നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് 766 പോയിന്റിന്റെ ഒരു ഇടിവിലേക്ക് ഇപ്പോൾ കൂപ്പ് കുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ഇൻട്രാഡേ ലോയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. 45,000 എന്നുള്ള ലെവലും കൈവിട്ട് 44,893 എന്നൊരു ഇൻട്രാഡേ ലോ ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ 45,052 എന്ന റേഞ്ചിലാണ് നിഫ്റ്റി ബാങ്ക് മുന്നോട്ട് പോകുന്നത്. ഏതായാലും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് മറ്റു ന്യൂസുകളിലേക്കൊക്കെ തന്നെ നമുക്ക് പോകേണ്ടതുണ്ട്. റിസൾട്ടിന്റെ ധാരാളം കമ്പനികൾ അവരുടെ റിസൾട്ടുകൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ BEML തങ്ങളുടെ റിസൾട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. റിസൾട്ടിനെ തുടർന്ന് കനത്തൊരു ഇടിവിലാണ് ഇപ്പോൾ BEML ഓഹരികൾ മുന്നോട്ട് പോകുന്നത്. പ്രോഫിറ്റിൽ 27% ഒരു ഇടിവാണ് ഇപ്പോൾ BEML ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 66 കോടി രൂപയിൽ നിന്ന് 48 കോടി രൂപയായിട്ട് കമ്പനിയുടെ അറ്റാദായം കുറഞ്ഞിട്ടുണ്ട്. കൺസോളിഡേറ്റഡ് റവന്യൂ പരിശോധിക്കുകയാണെങ്കിൽ 1% വർധനവ് മാത്രമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. 1037 കോടി രൂപയിൽ നിന്നും 1047 കോടി രൂപയായിട്ട് ഇപ്പോൾ കമ്പനിയുടെ വരുമാനത്തിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടോട്ടൽ എക്സ്പെൻസ് 4% ഉയർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. 975 കോടി രൂപയിൽ നിന്നും 1014 കോടി രൂപയായിട്ട് കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻസും വർദ്ധിച്ചിട്ടുണ്ട്. എബിഡ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 37% ഒരു ഇടിവാണ് എബിഡയിൽ ഉണ്ടായിരിക്കുന്നത്. 57 കോടി രൂപയായിട്ട് 90 കോടി രൂപയിൽ നിന്നും 57 കോടി രൂപയായിട്ട് ഈ ഒരു ഡിസംബർ ക്വാർട്ടറിൽ കമ്പനിയുടെ എബിഡ കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാർജിൻ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിലും 5.4% ചുരുങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ കമ്പനിയുടെ മാർജിനും കുറഞ്ഞിട്ടുണ്ട്. ഏതായാലും അവരൊരു ഇന്ററിം ഡിവിഡൻഡ് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 രൂപ ഓഹരി ഒന്നിന് 5 രൂപ നിരക്കിലായിരിക്കും ഡിവിഡൻഡ് നൽകുക എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതിനുള്ള റെക്കോർഡ് ഡേറ്റ് ആയിട്ട് ഫെബ്രുവരി 16 നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ BEML ഓഹരികൾ 5% ഒരു ഇടിവോടുകൂടി 3500 രൂപ എന്ന റേഞ്ചിലാണ് വ്യാപാരം നടത്തുന്നത്.